സോ ഇത് സാധനം മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. 1 2 3 4 5 6. സോ നമുക്ക് ഈ മേലെ ഭാഗത്ത് പൊട്ടിയ സാധനം മാത്രം മാറ്റാം. സോ ബാക്കടിക്കുക, ഓഫാക്കുക, പവർ ഓഫ്. ഓക്കെ ക്ലിയർ. ഇനി നമുക്ക് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. നൈസ് കൊണ്ടുപോയിട്ട് 4 സർവൈസ് കൊണ്ടുപോയിട്ട് ജസ്റ്റ് എടുത്താണ് നൈസ്. വീഡിയോ ഒക്കെ അല്ലേ? അങ്ങനായിട്ട് കാരണം 4 ആയി. ഈ ബ്ലേഡ് ഇല്ല. സോ ആ ബ്ലേഡ് വേണ്ടല്ലേ? സ്റ്റോപ്പ് ചെയ്ത സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഈ മിഷീൻ്റെ അവിടെ നല്ല സാറായിട്ടൊരു ഒരു മിഷീൻ ഓണാക്കുമ്പോഴേ കുറച്ച് നേരം വെച്ചപ്പോൾ ഇല്ല ഓണാക്കില്ല. ഇനി മിഷീൻ ഓണാക്കും. സെപ്പറേറ്റ് ചെയ്യും. ഫോക്കസ് ഇനി സ്റ്റോപ്പ് ചെയ്യണം. പൊട്ടിയ സ്ഥലത്തോടെ എല്ലാ സ്ഥലത്തും ഓടിക്കണ്ടോ? So this is very important. So cover ആയിട്ടുണ്ട്. So let's go remove and we are going to fix on this.
ഫൈനലി നമ്മൾ ടച്ച് ഗ്ലാസ് റിമൂവ് ആയിട്ടുണ്ട്. ഏകദേശം 5 തവണ ട്രൈ ചെയ്തിട്ടാണ് സംഭവം ക്ലിയർ ആയത്. വളരെ റിസ്ക് ഫുള്ളായിരുന്നു, പക്ഷേ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കി നോക്കാം. ഏകദേശം നമ്മൾ 5 തവണ ട്രൈ ചെയ്തു. 5 തവണയാണ് സംഭവം പൊട്ടിയത്. മെയിനായിട്ട് കൂടുതൽ ഗ്ലാസ് ബ്രോക്കൺ ആണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അങ്ങനെ സാധാരണ ഉണ്ടാവലുണ്ട്. സോ നമുക്ക് മൊത്തം ഓപ്പണാക്കി നോക്കാം. ഏകദേശം ക്ലിയറാണ്, സംഭവം ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ടച്ചും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഈ മേലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. ടച്ച് ഗ്ലാസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പേഷ്യൻ്റായിട്ട് നിൽക്കേണ്ടി വരും, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്ക് തന്നെയാണ്. സോ ടച്ച് ഗ്ലാസ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ടൈമിൽ ചെയ്യാൻ നോക്കുക. വളരെ അർജൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടച്ച് ഗ്ലാസ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടച്ച് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഫോട്ടോ കൂടെ എടുക്കാം നമുക്ക്. ഇങ്ങനെയായിട്ട് ഫോട്ടോ എടുക്കാം. അതാ സാധനങ്ങൾ കുറച്ച് എടുത്ത് വെച്ചാൽ അതാണ് സെറ്റ്. കത്തവാടൊന്നും ഇല്ല, സെറ്റാണ്. അപ്പോൾ സാധനം ഓക്കെയാണ്. 1 2 3 4 5 ഓക്കെ. ഇനി അവിടെ സേവ് ചെയ്താൽ ഇനി ഇതിൻ്റെ ഗമ്മും കാര്യങ്ങളും കാണിച്ചാൽ നമുക്ക് മെഷീൻ വഴി റിമൂവ് ചെയ്യാം. പക്ഷെ അതാകുമ്പോൾ കുറച്ച് ടഫാകുമ്പോൾ മെഷീൻ റൗണ്ട് ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേ പോകാൻ സാധ്യത കൂടുതലും. അപ്പോൾ മാക്സിമം നമ്മൾ കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക. കൂടുതൽ ടൈമൊന്നും എടുക്കില്ല. ഡിസ്പ്ലേ ഹീറ്റായി കിടക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് റിമൂവ് ആവും. സോ മാക്സിമം കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇനി മെഷീൻ ഉണ്ടെങ്കിലാളും ചെയ്യുക, പക്ഷെ അതിനേക്കാളും നല്ല കൈകൊണ്ട് ചെയ്യണതാണ്. ഞാൻ സാധാരണ അതാണ് ചെയ്യൽ.
സോ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യാനുള്ളത് ടച്ചും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണോ നോക്കിയതിന് ശേഷം നമുക്ക് പഞ്ച് ചെയ്തിട്ട് മൊത്തം ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ ഇതിലെ ഏറ്റവും ബേസിക്കായ കാര്യം എന്ന് പറഞ്ഞാൽ ടച്ച് ഗ്ലാസ് മാറ്റുമ്പോൾ നമ്മൾ പേഷ്യൻ്റായിട്ട് ഇതിന് കാത്തിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ 5 തവണ നമ്മുടെ ആ കേബിൾ മുറിഞ്ഞു എന്നിട്ടും നമ്മൾ ധൃതി കൂടാതെ സ്ലോ ആയിട്ട് ചെയ്യാൻ നോക്കി. സോ അത് കാരണമാണ് നമ്മൾ നേരം പോലെ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ മെയിനായിട്ട് കൂളായിട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ അർജൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ടച്ച് ഗ്ലാസ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്പ്ലേ വർക്കിംഗ് എങ്ങനെ ഉണ്ട് നോക്കിയതിന് ശേഷം മൊത്തം പാക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഏകദേശം ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടച്ചും കാര്യങ്ങളെല്ലാം നോക്കാം. ടച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ ഇല്ലയോ നോക്കിയിട്ട് മൊത്തം ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, ടച്ച് ഓക്കെ ലോഡിങ്ങിലാണ്. ഇനി ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഡയൽ ചെയ്തിട്ടേ അക്കങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയറായി വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം മൊത്തം റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, ഏകദേശം ക്ലിയർ ആണ്. ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ടൈപ്പ് ചെയ്ത് നോക്കാം 786. സോ ഓക്കെ, നമ്മളെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്യാം. अभी आई जरा 5 जने रहे 5 जने तो वहीं से चले अरे बैठा ये देखा लो सब मैं टाइट आ गया. സോ നമ്മുടെ ടച്ച് ഗ്ലാസ് മാറ്റുന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വന്ന ഫോണിൻ്റെ ക്യാമറ ഗ്ലാസ് കംപ്ലൈൻ്റ് ഉണ്ട്. സോ കസ്റ്റമർ അതും കൂടി ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. സോ ഇനി വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്നത് അതിൻ്റെ ക്യാമറ ഗ്ലാസ് എങ്ങനെ നമുക്ക് മാറ്റാം എന്നതാണ്. ടച്ച് ഗ്ലാസ് ഏകദേശം ക്ലിയർ ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ക്യാമറ ഗ്ലാസ് നമുക്ക് എങ്ങനെ മാറ്റാം, അതും ഇതേപോലെ തന്നെയാണ്. ഇത് ടച്ച് ഗ്ലാസ്സിനേക്കാളും എളുപ്പമാണ്, കൂടുതൽ ടഫൊന്നും ഇല്ലാത്ത കാര്യമാണ്. ചെറുതായിട്ട് നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ട് മൊത്തം റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ ക്യാമറ ഗ്ലാസ് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് മൊത്തം പാക്ക് ചെയ്തിട്ട് നോക്കാം. സോ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളും ഏകദേശം ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്രൂവും കാര്യങ്ങളും ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ക്യാമറ ഗ്ലാസും കൂടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാം എന്നതാണ് കാണാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ക്യാമറ ഗ്ലാസ് മാറ്റുന്നത് കാണാം. വളരെ സിമ്പിളാണ്, കൂടുതൽ ടഫൊന്നും ഇല്ലാത്തൊരു വർക്ക് തന്നെയാണ്. ടച്ച് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഏകദേശം ബാക്ക് ഡോറിൽ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ ഗ്ലാസും കൂടി മാറ്റാം. കൊന്നിട്ട് കമന്റ് ആയിട്ട്
छुट्टी मतलब कैसे देखेंगे बोल देंगे बैठे रहना സോ ഫൈനലി നമ്മുടെ വിവോ Y20 ടച്ച് ഗ്ലാസ് മാറ്റുന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ അവസാനമായിട്ട് അതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഇട്ടതിന് ശേഷം എല്ലാം പാക്കപ്പ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ വിവോ Y20യുടെ ടച്ച് ഗ്ലാസ് സിമ്പിളായിട്ട് മാറ്റുന്നത്. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയും. വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തതാണ്, പക്ഷേ ഒന്ന് കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യണം. സോ നമ്മളെ ടച്ച് ഗ്ലാസ് മാറ്റൽ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. സോ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനിയും കുറച്ച് മോഡലിൻ്റെ ഡിസ്പ്ലേയും ടച്ച് ഗ്ലാസും മാറ്റാനുള്ളതുണ്ട്. സോ ഇനി അടുത്ത വരാൻ പോണ ദിവസങ്ങളിൽ അതിൻ്റെയും കൂടി ടച്ച് ഗ്ലാസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാമെന്ന് കാണാം. സോ താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.